വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം കേരളം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു ഈ സംഭവം. ദാരുണമായ സംഭവമാണ്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടത്, അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും KSU ആയാലും SFI ആയാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നതിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകില്ല. വലിയ രാഷ്ട്രീയ പ്രശ്നമായി അത് കേരളത്തിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായി പ്രതിപക്ഷം അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുകയാണ് കേരളം. സ്വാഭാവികമായും ഇത്തരമൊരു ആയുധം കിട്ടിയാൽ സർക്കാരിനെതിരെ അതിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമോ അത് രൂക്ഷമായി ഉപയോഗിക്കും പ്രതിപക്ഷം. അത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് അവർ നിർവഹിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, 3 പേർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നു. എന്താണ് ആവശ്യം? കേസ് CBI അന്വേഷിക്കണം എന്ന്. കേരള പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടാൻ കഴിയില്ല. അതുകൊണ്ട് സംഭവം CBI അന്വേഷിക്കണം എന്നാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ആവശ്യം. ഇത് സത്യത്തിൽ സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ നിന്ന് തടി രക്ഷപ്പെടുത്താനുള്ള ഒരു ഉപാധിയല്ലേ? ഇതേ ആവശ്യമാണ് കുടുംബവും മുന്നോട്ട് വെക്കുന്നത്. CBI അന്വേഷിക്കണം, സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ കുറ്റവാളികളെ പിടികൂടാൻ കഴിയില്ല എന്ന്. സത്യത്തിൽ കേരള സർക്കാരിനെ സംബന്ധിച്ചും എന്താണ് ആഗ്രഹം? ഇത് സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട, ഇത് ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കട്ടെ, CBI പോലെയുള്ള ഏജൻസി അന്വേഷിക്കട്ടെ എന്ന്. എന്നാൽ സംസ്ഥാന സർക്കാരിന് അത്തരമൊരു തീരുമാനം സ്വന്തം നിലയിൽ എടുക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്തയച്ചിരുന്നു. അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം 5 ദിവസം. ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ സംബന്ധിച്ച് എടുത്തില്ല. ഏറ്റവും ഒടുവിലാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് തന്നെ മുഖ്യമന്ത്രിയെ സന്ദർശിക്കുകയും മുഖ്യമന്ത്രിയെ കണ്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ ആ ആദ്യ മണിക്കൂറിൽ തന്നെ മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു. രാഷ്ട്രീയമായി വിജയം നേടിയത് പ്രതിപക്ഷമാണ്, പ്രതിപക്ഷത്തിന്റെ വിജയമാണ് ഇത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ആ വാക്ക് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഞാൻ ഇവരെ 3 പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രി അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക്. ഇവിടെയുള്ള പ്രശ്നം മറ്റൊന്നുമല്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന പോലെയായി സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും ആവശ്യപ്പെട്ടത് CBI അന്വേഷണമാണ്. സർക്കാരിൻ്റെയും ആഗ്രഹം CBI അന്വേഷണമാണ്. കേരള പോലീസ് അന്വേഷിച്ചാൽ എപ്പോഴും ഇതിന്റെ കുറ്റം മുഴുവൻ സംസ്ഥാന സർക്കാർ തന്നെ കിടക്കും. അതല്ലെങ്കിൽ SFIയുടെ മുകളിൽ തന്നെ കിടക്കും. SFIയുടെ മുകളിൽ കിടന്നാൽ അത് CPIM-നും കൂടി ഉത്തരവാദിത്തമുണ്ട്. CPIM-നും കൂടി ഉത്തരവാദിത്തം ഉണ്ടായതുകൊണ്ട് അത് സർക്കാരിനെയും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കേരള പോലീസിന്റെ അന്വേഷണം എപ്പോഴും സർക്കാരിനും SFIക്കും അനുകൂലമാണ് എന്ന് പറയാൻ, അത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ എല്ലാ കാലത്തും പ്രതിപക്ഷത്തിന് തയ്യാറാകും, കുടുംബവും അത് തയ്യാറാകും. കാരണം SFI ആണ് ഇതിൽ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടന. അതുകൊണ്ട് തന്നെ SFIയെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നു, യഥാർത്ഥ കുറ്റവാളികളെ ഒഴിവാക്കുന്നു, യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണം എല്ലാ കാലത്തും ഈ പ്രശ്നത്തിൽ ഉന്നയിക്കാൻ കഴിയും പ്രതിപക്ഷത്തിന് മാത്രമല്ല കുടുംബത്തിനും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയും. അത് എപ്പോഴും സംസ്ഥാന സർക്കാരിന് തലവേദനയാകും. എല്ലാവരും ഒന്നിച്ചു നിന്ന് CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. ഓക്കെ, CBI അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് CBIക്ക് അന്വേഷണം കൈമാറുന്നു. ഇവിടെ രക്ഷപ്പെട്ടത് സർക്കാരാണ്, ഇവിടെ രക്ഷപ്പെട്ടത് SFI ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ കാലത്തും ഈ അന്വേഷണത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയുമായിരുന്ന SFIയും സംസ്ഥാന സർക്കാരും ഇവിടെ ഏറ്റവും മനോഹരമായി ഒഴിവായിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. അവർക്ക് എല്ലാ കാലത്തും ഒരു തലവേദനയാകുമായിരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. ഏതായാലും വളരെ നല്ല തീരുമാനം വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെ കൊണ്ട് CBI അന്വേഷണം സമ്മർദ്ദം ചെലുത്തി അത് നേടിയെടുത്തു എന്ന് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും അവകാശപ്പെടാം. കുടുംബം പറഞ്ഞതുകൊണ്ടാണ് കാര്യങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത്രയും കാലം സമരം നടന്നിട്ടും ഒരാളും തിരിഞ്ഞു നോക്കിയില്ലല്ലോ, സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. പ്രതിപക്ഷ നേതാവ്
നേതാവ് കത്തയച്ചിട്ടും അതിനൊരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തില്ലല്ലോ. 5 ദിവസം സമരം നടത്തിയിട്ടും ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ലല്ലോ. ഇവിടെ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ തെരുവിൽ അഴിഞ്ഞാടിയിട്ടും ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ വന്ന് സംസാരിച്ചപ്പോൾ, മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ ആ നിമിഷം തന്നെ ഉത്തരവിടാൻ തയ്യാറായി. അത് ആ കുടുംബത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു അച്ഛന്റെ അപേക്ഷ, ഒരു കുടുംബത്തിന്റെ അപേക്ഷ അംഗീകരിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി എന്ന നിലയിലേക്ക് അതിനെ വാഴ്ത്താനും അല്ലെങ്കിൽ അങ്ങനെ അത് വലിയ നേട്ടമാണ് സർക്കാരിനുണ്ടാക്കിയത് എന്ന് പറയാനും LDFനും CPIMനും SFIക്കും ഗുണകരമാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വന്നു എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും എൻഡ് റിസൾട്ട്. പക്ഷേ ഇവിടെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കിയത് LDF തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. എല്ലാ കാലത്തും ഒരു തലവേദനയായി മാറുമായിരുന്ന, എല്ലാ കാലത്തും സർക്കാരിനെ വേട്ടയാടാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്ന ഒരു സംഭവത്തെ വളരെ തന്ത്രപരമായി CBIയിലേക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടം. ഒരു ആയുധം നഷ്ടപ്പെട്ടു പ്രതിപക്ഷത്തിന് എന്നതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഒരു കോട്ടം.